ഏവൻ ക്രിയേഷൻ ഇന്ന് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന കഥ പ്രകാശൻ ചുനങ്ങാട് എഴുതിയ ഒരു ബാങ്ക് കവർച്ചയുടെ കഥ. പ്രകാശൻ ചുനങ്ങാടിൻ്റെ ഒരു ബാങ്ക് കവർച്ചയുടെ കഥ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് റംലൈം ഇക്ബാൽ. ഒരു ബാങ്ക് കവർച്ചയുടെ കഥ. പട്ടാപ്പകൽ ബാങ്ക് കൊള്ള കേട്ടുകേൾവി മാത്രമായിരുന്ന കാലത്തൊരു നാൾ രാവിലെ സുമാർ 11 മണിക്ക് ചെറുപ്പക്കാരുടെ 4 സംഘം ഒരു ദേശസാൽകൃത ബാങ്കിൻ്റെ തൃശ്ശൂരടുത്തുള്ള പുഴയ്ക്കൽ ബ്രാഞ്ചിലേക്ക് ചാടിക്കയറി ചെന്നു. 4 പേരുടെ കയ്യിലും കൈത്തോക്കുണ്ടായിരുന്നു. 1977 ഡിസംബറിലാണ് സംഭവം നടക്കുന്നത്. പാവം പുഴയ്ക്കൽ ബ്രാഞ്ച് അമലാനഗർ എന്ന് പിന്നീട് പുകൾക്കൊണ്ട പഴയ ചൂരക്കാട്ടുകരയിലാണ് ബാങ്കിൻ്റെ ശാഖ തുറന്നത്. ഈ പകൽക്കൊള്ള നടക്കുന്നതിനും 6 മാസം മുമ്പ്. കേരളത്തിലെ നെല്ലറകളിലൊന്നായ പുഴയ്ക്കൽ പാടത്തു നിന്ന് തെക്കോട്ട് അടാട്ട് ചിറ്റിലമ്പിള്ളി പ്രദേശങ്ങളിലേക്ക് വ്യാപിച്ചു കിടക്കുന്ന കോൾപ്പാടങ്ങൾ. പുഴയ്ക്കൽ പാടത്തിൻ്റെ മാറിലൂടെയാണ് പടിഞ്ഞാട്ട് തൃശ്ശൂർ കുന്നംകുളം ഹൈവേ കടന്നു പോകുന്നത്. പുഴയ്ക്കലിൽ നിന്ന് 3 കിലോമീറ്ററോളം ഹൈവേയിലൂടെ മുന്നോട്ട് പോയാൽ മുതുവറ കഴിഞ്ഞ് ചൂരക്കാട്ടുകരയായി. വലിയ വ്യാപാര സ്ഥാപനങ്ങളോ കോളേജുകളോ ഫാക്ടറികളോ അന്ന് ചൂരക്കാട്ടുകരയിലില്ല. പിന്നെന്താണ് ചൂരക്കാട്ടുകരയിൽ ബ്രാഞ്ച് തുടങ്ങാമെന്ന് വെച്ചത്? അങ്ങനെയെങ്കിൽ ചൂരക്കാട്ടുകര ബ്രാഞ്ച് എന്നല്ലേ പേരിട്ട് വിളിക്കേണ്ടത്? റൂറൽ ബ്രാഞ്ച് എന്ന പദവി ലഭിക്കാനായിരിക്കണം പുഴയ്ക്കൽ എന്ന ബ്രാഞ്ചിന് പേരിട്ടത്. ചൂരക്കാട്ടുകരയിൽ ബ്രാഞ്ച് തുറക്കാൻ ഒരു കാരണമുണ്ട്. വിലങ്ങൻ കുന്നിന് താഴെ ചിറ്റിലപ്പിള്ളിക്ക് കിഴക്ക് ചൂരക്കാട്ടുകരയ്ക്ക് തെക്ക് വിശാലമായി കിടക്കുന്ന ഭൂപ്രദേശം. ഇവിടെ ഹൈവേയുടെ ഓരത്ത് വലിയൊരു ആശുപത്രിയുടെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. CSI പള്ളിക്കാരുടെ വക. ക്യാൻസർ ചികിത്സയ്ക്ക് പ്രാധാന്യമുള്ള ആസ്പത്രിയായിരിക്കും അമല ക്യാൻസർ ഹോസ്പിറ്റൽ എന്ന് പള്ളിക്കാർ വേണ്ടത്ര പ്രചാരണം കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൻ്റെ പ്രിൻസിപ്പലായിരുന്ന പ്രഗത്ഭനായ ഗബ്രിയേൽ അച്ഛനാണ് അമല ഹോസ്പിറ്റലിൻ്റെ സാരഥി. ബിസിനസ്സിൽ മറുകര കണ്ട പയസ് അച്ഛനും ഗബ്രിയേൽ അച്ഛൻ്റെ കരങ്ങൾക്ക് ശക്തി പകരാൻ കൂടെ തന്നെയുണ്ട്. അധികം വൈകാതെ ആരംഭിക്കാൻ പോകുന്ന ഹോസ്പിറ്റലിലെ ഡോക്ടർമാരുടെയും സ്റ്റാഫിൻ്റെയും പേഴ്സണൽ അക്കൗണ്ടുകൾ, ഹോസ്പിറ്റലിലെ കോർപ്പറേറ്റ് അക്കൗണ്ട്, ക്യാൻസർ ഹോസ്പിറ്റൽ എന്ന നിലയ്ക്ക് പ്രതീക്ഷിക്കുന്ന കേന്ദ്ര സഹായം, വിദേശ ഫണ്ടുകൾ എല്ലാം ഈ ബാങ്കിൽ എന്ന് ഏകദേശം ധാരണയായിട്ടുണ്ട്. വെറുതെയല്ല പട്ടര് പണ്ട് പുഴയിൽ ചാടിയത്. പപ്പടവട്ടി കണ്ടിട്ടു തന്നെ. വീണ്ടും ബ്രാഞ്ചിലേക്ക് വരാം. പ്രായം കൊണ്ടും സർവീസ് കൊണ്ടും സീനിയറായ തൃശ്ശൂർ സ്വദേശി സേതുമാധവൻ സാറാണ് ബ്രാഞ്ചിൻ്റെ മാനേജർ. തൽക്കാലം അക്കൗണ്ടൻ്റ് ഇല്ല. ബിസിനസ് വളരട്ടെ എന്നിട്ട് ആലോചിക്കാമെന്നാണ് ബാങ്കിൻ്റെ നിലപാട്. ഒരേ ഒരു ക്ലറിക്കൽ സ്റ്റാഫ്. കാഷ്യർ തൊട്ടയൽവക്കത്തെ അരവണൂർ എന്ന കുഗ്രാമത്തിൽ നിന്ന് വരുന്നു. തൃശ്ശൂർ അരണാട്ടുകരക്കാരൻ ശങ്കർ നായർ സബ് സ്റ്റാഫ്. ബ്രാഞ്ച് അടിക്കാനും തുടയ്ക്കാനും ചൂരക്കാട്ടുകാരിയായ ഇന്ദിര. ആളെ പിടിക്കുന്ന തത്രപ്പാടിലാണ് ബ്രാഞ്ചിലുള്ളവർ. വീടുകൾ തോറും കയറി ഇറങ്ങിയാണ് ക്യാൻവാസിംഗ്. ബിസിനസ്സിൽ തീർച്ചയായും പുരോഗതിയുണ്ട്. കൊച്ചു കൊച്ചു വായ്പകളും കൊടുത്തു തുടങ്ങിയിരിക്കുന്നു. എന്നിട്ടും ബ്രാഞ്ചിൻ്റെ കൗണ്ടറുകൾ ഏറെക്കുറെ വിജനമായിരിക്കും. വല്ലപ്പോഴും ഒരാൾ ക്യാഷ് പിൻവലിക്കാനോ മറ്റൊരാൾ ഒരു ഡ്രാഫ്റ്റ് എടുക്കാനോ ബ്രാഞ്ചിൻ്റെ കോണി കയറി വരും. കൗണ്ടറിൽ പറന്നു വന്നിരിക്കുന്ന ഈച്ചകളെ ആട്ടി അകറ്റലാണ് സ്റ്റാഫിൻ്റെ പ്രധാന ജോലി. അങ്ങനെ മാനേജറും സ്റ്റാഫും വേവലാതി പൂണ്ടിരിക്കുമ്പോഴാണ് ഒരു സുപ്രഭാതത്തിൽ തോക്കുധാരികളായ 4 ചെറുപ്പക്കാർ ബ്രാഞ്ചിൻ്റെ കോണിപ്പടി കയറി വന്നത്. കണ്ണിമ വെട്ടുന്ന നേരം കൊണ്ട് ഒന്നാമൻ മാനേജറുടെ ക്യാബിനിലേക്ക് ഇടിച്ചു കയറി. മാനേജറുടെ മുമ്പിലിരിക്കുന്ന ടെലിഫോണിൻ്റെ കേബിൾ വലിച്ചു പൊട്ടിച്ചു. സിനിമയിലൊക്കെ കാണുന്നത് പോലെ സേതു സാറിന് നേരെ തോക്കു ചൂണ്ടിക്കൊണ്ട് അവൻ ടേബിളിനപ്പുറത്തിട്ട കസ്റ്റമർ ചെയറിൽ ഇരിപ്പായി. രണ്ടാമൻ കൗണ്ടറിന് പുറത്തെ തോക്കുമായി നിലയുറപ്പിച്ചു. മൂന്നാമനും നാലാമനും ബാങ്കിങ് ഹാളിലേക്ക് കടന്നു. നാലാമൻ്റെ തോളത്തൊരു ബാഗ് തൂങ്ങുന്നുണ്ടായിരുന്നു. അവൻ ക്യാഷ് ക്യാബിൻ്റെ പിന്നിലേക്ക് ചെന്ന് ഡോർ വലിച്ചു തുറന്നു. കാഷ്യർക്കു നേരെ തോക്ക് ചൂണ്ടി. ക്യാഷ് എവിടെ? കാഷ്യർ സമചിത്തത കൈവിടാതെ കൗണ്ടർ ടേബിളിൻ്റെ പുറത്തിരിക്കുന്ന ക്യാഷ് ബോക്സ് തുറന്നു. ശരിക്കും പൊട്ടുന്ന തോക്കാണോ കളിത്തോക്കാണോ എന്ന് എങ്ങനെ ഉറപ്പിക്കും? കളിത്തോക്കാവാൻ സാധ്യതയുണ്ട്. എങ്കിലും ചാൻസ് എടുക്കേണ്ടെന്ന് തോന്നി കാഷ്യർക്ക്. റിസ്ക് എടുക്കാത്തത് ബുദ്ധിയായി എന്നത്രേ പോലീസ് പിന്നീട് കാഷ്യറോട് പറഞ്ഞത്. ശരിക്കും അത് പൊട്ടുന്ന തോക്കായിരുന്നു. കാഷ്യറിൽ നിന്ന് കണ്ണു പറിക്കാതെ നാലാമൻ ക്യാഷിൻ്റെ കെട്ടുകൾ ഒന്നൊന്നായി തോൾ ബാഗിൽ നിക്ഷേപിച്ചു. ഉൾഭയമുണ്ടെങ്കിലും കാഷ്യർ ശാന്തനായി നിന്നു. ബാക്കി ക്യാഷ് എവിടെ? ഇത്രേ ഉള്ളൂ. ഉറപ്പാണോ? ഉറപ്പ്.
നിമിഷങ്ങൾക്കുള്ളിൽ 4 സംഘം ബ്രാഞ്ചിൽ നിന്നിറങ്ങിപ്പോയി. താഴെ 5-മനൊരുവൻ കാർ സ്റ്റാർട്ട് ചെയ്തു നിർത്തിയിരുന്നു. ഹെഡ്ലൈറ്റ് ഇട്ട കാർ ഹൈവേയിലൂടെ പടിഞ്ഞോട്ട് പാഞ്ഞു പോകുന്നത് ബ്രാഞ്ചിന്റെ ജനലഴികളിൽ പിടിച്ച് മാനേജറും സ്റ്റാഫും നോക്കിക്കൊണ്ടു നിന്നു. കൂട്ടത്തിൽ ആരാണ് ചെയ്തതെന്നറിയില്ല. കവർച്ചക്കാർ നിഷ്ക്രമിച്ച ആ നിമിഷം ഫ്രണ്ട് ഡോറിന്റെ ഓടാമ്പൽ അകത്തു നിന്നടച്ച് ബ്രാഞ്ചിന്റെ സ്റ്റാഫിൽ ഒരാൾ ഭദ്രമാക്കിയിരുന്നു. അവരെങ്ങാനും വീണ്ടും കയറി വന്നാലോ? താഴത്തുള്ള കടക്കാർ സംഭവം അറിഞ്ഞതുപോലുമില്ല. ഒട്ടും സമയം കളയാതെ മാനേജർ പോലീസിന് ഫോൺ ചെയ്തു. അവരുടെ സാന്നിധ്യത്തിലാണ് സേഫ് തുറന്നത്. ക്യാഷ് ടേബിളിൻ്റെ ഡ്രോയറിലും ക്യാഷ് ഉണ്ടായിരുന്നു. കാഷ്യറുടെ വാക്കാലുറപ്പ് വിശ്വാസത്തിലെടുത്ത് 4-മൻ അത് തുറന്നു നോക്കിയില്ല. ക്യാഷ് എണ്ണി തിട്ടപ്പെടുത്തി. ആകെ 1 ലക്ഷത്തോളം രൂപയുണ്ടായിരുന്നു. നഷ്ടപ്പെട്ടത് ക്യാഷ് ബോക്സിലുണ്ടായിരുന്ന 7200 രൂപ മാത്രം. ഇത് കാഷ്യറുടെ മിടുക്ക്. പോലീസും സമ്മതിച്ചു. ഇംഗ്ലീഷ് സിനിമയിൽ മാത്രം കണ്ടിട്ടുള്ള വിധം പട്ടാപ്പകൽ കവർച്ച നടത്തി രക്ഷപ്പെട്ട 4 സംഘത്തെ 4-ാം പക്കം പോലീസ് പൊക്കി. അതെങ്ങനെ സാധിച്ചു എന്നല്ലേ? ഇലക്ഷൻ എന്ന ബോർഡ് ഫ്രണ്ട് ഗ്ലാസ്സിൽ ഒട്ടിച്ച് ലൈറ്റിട്ടുകൊണ്ടൊരു കാർ ഇരമ്പിപ്പോകുന്നത് തൊട്ടപ്പുറത്തെ ചിറ്റിലപ്പള്ളി ഗ്രാമത്തിലുള്ള ഒരു പയ്യൻ കണ്ടു. എന്തോ അസ്വാഭാവികത തോന്നിയ അവൻ കാറിൻ്റെ നമ്പർ മനസ്സിൽ കുറിച്ചിട്ടു. എന്നിട്ട് തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് വിവരം പറഞ്ഞു. കാറിൻ്റെ നമ്പറും കൊടുത്തു. പിന്നീടെല്ലാം വേഗത്തിൽ നടന്നു. കുറച്ച് മിനക്കെട്ടിട്ടാണെങ്കിലും പോലീസ് കവർച്ചക്കാരുടെ കാർ കണ്ടെത്തി. വൈകാതെ 5 പേരെയും അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തു. പോലീസിന്റെ ചോദ്യം ചെയ്യൽ ചതുരുപായങ്ങളിൽ ദണ്ഡനീതിയാണ് പൊതുവെ പ്രയോഗിച്ചത്. നടന്നതെല്ലാം വള്ളിപുള്ളി വ്യത്യാസമില്ലാതെ പ്രതികൾ പോലീസിനോട് സമ്മതിച്ചു. കേസിന്റെ വിസ്താര ദിവസം കോടതി വരാന്തയിൽ പൂഴിയിട്ടാൽ ഉതിരാത്ത പുരുഷാരം. 7200 രൂപ കവർന്നതിന്റെ പേരിൽ പ്രതികൾ 5 പേർക്കും 5 കൊല്ലത്തെ കഠിന തടവ്. 1 രൂപയാണെങ്കിലും മോഷണം തന്നെ. എല്ലാവരും സംശയിച്ച പോലെ ഒരു ഇംഗ്ലീഷ് സിനിമയിൽ നിന്ന് പ്രചോദനം കൊണ്ടിട്ടാണ് ബാങ്ക് കൊള്ളയ്ക്ക് ഇറങ്ങി പുറപ്പെട്ടതെന്ന് പ്രതികൾ പോലീസിനോട് തുറന്നു പറഞ്ഞു. കവർച്ചപ്പണം കൊണ്ട് ഒരു കോഴി ബിരിയാണി പോലും വാങ്ങിക്കഴിക്കാൻ പയ്യന്മാർക്ക് സാവകാശം കിട്ടിയില്ല. അത് കഷ്ടമായി. കാറിൻ്റെ നമ്പർ വിളിച്ചു പറഞ്ഞ ചിറ്റിലപ്പള്ളിക്കാരൻ പയ്യന് പോലീസ് പാരിതോഷികം നൽകി അനുമോദിച്ചു. വളരെ നല്ല കാര്യം. പ്രകാശൻ ചുനങ്ങാടിൻ്റെ ഒരു ബാങ്ക് കവർച്ചയുടെ കഥ ഇവിടെ അവസാനിക്കുന്നു. നന്ദി.